തമിഴ്നാട്ടിൽ വാഹനാപകടത്തിൽ മരിച്ച നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് സി.പി. ചാക്കോയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. ധർമ്മപുരി മെഡിക്കൽ കോളേജിലായിരുന്നു പോസ്റ്റ്മോർട്ടം. മൃതദേഹവുമായി ആംബുലൻസ് തൃശൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ധർമ്മപുരിയിൽ നിന്ന് സൂരജ് സജിയാണ് ചേരുന്നത്. സൂരജ്, ദാരുണമായ ഒരു അപകടമായിരുന്നു. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ പിതാവിന്റെ മൃതദേഹവുമായി ആംബുലൻസ് നാട്ടിലേക്ക് വരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഷൈനിന്റെയും ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പോൾ ഷൈനും ഒപ്പം സഞ്ചരിക്കുന്നുണ്ടല്ലോ അല്ലേ? ക്രിസ്റ്റീന, 2 ആംബുലൻസുകളിലായാണ് ഈ അപകടത്തിൽപ്പെട്ട ശേഷം ഇപ്പോൾ ഈ ധർമ്മപുരി മെഡിക്കൽ കോളേജിൽ നിന്ന് യാത്ര തിരിച്ചിട്ടുള്ളത്. ഒന്നിൽ ഷൈൻ്റെ പിതാവിൻ്റെ മൃതദേഹമാണ്, മറ്റൊന്നിൽ ഷൈനുമുണ്ട്, ഷൈൻ്റെ അമ്മയുമുണ്ട്. ഇരുവർക്കും ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഷൈൻ്റെ അമ്മയുടെ ഇടുപ്പല്ലിനാണ് ഈ പരിക്കേറ്റിട്ടുള്ളത്. ഷൈൻ്റെ തോളലിന് പൊട്ടലുണ്ട്, അതിൻ്റെ ശസ്ത്രക്രിയ അടക്കം നടത്തേണ്ടതുണ്ട്. അത് തൃശ്ശൂരിലെത്തിയ ശേഷം ശസ്ത്രക്രിയ ഉൾപ്പെടെ നടത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവർ തൃശ്ശൂരിലെത്തിയതിനു ശേഷം ഷൈൻ്റെയും അമ്മയെയും ആശുപത്രിയിൽ തന്നെ പ്രവേശിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് ഏത് ആശുപത്രിയിലായിരിക്കണം എന്ന സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതേ ഉള്ളൂ. മൃതദേഹം ഇന്ന് എന്തായാലും ജൂബിലി മിഷൻ ആശുപത്രിയിൽ എത്തിക്കും. മോർച്ചറിയിൽ സൂക്ഷിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഷൈൻ്റെ 2 സഹോദരിമാർ വിദേശത്താണുള്ള. അവർ മടങ്ങിയെത്തിയതിനു ശേഷം തുടർ സംസ്കാരത്തിന്റെ സമയമടക്കം വിദേശത്ത് നിന്ന് അവരുടെ വരുന്ന സമയം കൂടി കണക്കാക്കി സംസ്കാരത്തിന്റെ സമയം തീരുമാനിക്കാനാണ് നിലവിൽ ആലോചിച്ചിട്ടുള്ളത്. കൃഷ്ണൻ, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അപകടം നടന്ന പാലക്കോട് മേഖലയിലാണ്. ദേശീയപാതയിൽ ഇവിടെ എനിക്ക് പിന്നിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഈ ഷൈൻ്റെ വാഹനം എന്ന് പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഇടത്തുവശത്തെ ട്രാക്കിലൂടെ മുന്നോട്ട് ബാംഗ്ലൂർ മേഖലയിലേക്ക് പോവുകയായിരുന്നു. റൈറ്റ് സൈഡിൽ ഒരു ലോറിയും ഇതേ പാതയിൽ ഇവർക്ക് മുന്നിലൂടെ പോകുന്നുണ്ടായിരുന്നു. ആ ലോറി പെട്ടെന്ന് ഇടത്തുവശത്തെ ട്രാക്കിലേക്ക് മാറിയെന്നും തങ്ങളുടെ മുന്നിലേക്ക് പെട്ടെന്ന് ഇടത്തുവശത്തെ ട്രാക്കിലേക്ക് മാറിയതോടുകൂടിയാണ് ഈ കാർ ആ ലോറിക്ക് പുറകിൽ ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഷൈൻ്റെ ഡ്രൈവർ അടക്കം വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. എന്തായാലും നമ്മളോടൊപ്പം ഈ രക്ഷാപ്രവർത്തനം നടത്തിയ ഒരു പ്രദേശവാസി കൂടി ചേരുകയാണ്. ഇത് കൊറലാറേഷൻ ഇവിടെ ചെറിയൊരു ഉന്തുവണ്ടിയിൽ കച്ചവടം നടത്തുകയാണ്. കാലയിൽ என்ன സംഭവിച്ചത്? காலையில் ஒரு 6:30 இருக்கும். 6:30 இருந்திருக்கும். அப்போ வந்து லாரி முன்னாடி போயிட்டு இருந்துச்சு, பின்னாடி இது காரு போயிட்டு இருந்துச்சு. அப்போ வந்து இவர் பின்னாடியே போயிட்டு இருந்தார். டயரு பெஸ்ட் ஆயிடுச்சு, வெயிட் ஆயிடுச்சு. அதில் வந்து ஸ்லிப் ஆகிட்டு லாரி பேக் சைடு லெஃப்டில் டச், வண்டிக்கு காருக்கு டச் ஆகிட்டு அப்புறம் அந்த சைடில் கட்டை இருக்குதுங்க இல்லைங்களா, அந்த கட்டைக்கு இடிச்சிருச்சு. என்ன கண்டிஷனா காருக்குள்ளே இருந்தவരുടെ? அவர் ஒருத்தருக்கு தலையில் அடிபட்டு இருந்துச்சு. ஒன்னொருத்தர் ரைட் ஹேண்டு வந்து ஷோல்டரு ப்ராப்ளமாக இருந்துச்சு, உடஞ்சிருச்சு. அப்புறம் ஒரு ஆண்டிக்கு வந்து அவங்களுக்கும் ஹெட்டில் அடி விழுந்துருச்சு. ஹாஸ்பிட்டலுக்கு மாற்றி அதே கேரளாக்காரே பேக் சைடு இன்னொரு கேரளா வண்டி வந்துருந்துச்சு. அவர்கிட்ட லிஃப்ட் கேட்டு அவர் മൂലിയമാ தான் ഹോസ്പിറ്റലിലേക്ക് പോயிருந்துச்சு. അത് തന്നെയാണ് ക്രിസ്റ്റീന. അതായത് ഇവർ പറയുന്നത് ഇദ്ദേഹം പറയുന്നത് കാറിന്റെ ടയർ പൊട്ടി എന്നുള്ളതാണ്. പക്ഷെ ഡ്രൈവർ അത്തരത്തിലൊരു കാര്യം ഇതുവരെ പോലീസിന് മൊഴി നൽകിയിട്ടില്ല. എന്തായാലും കാർ പെട്ടെന്ന് സ്ലിപ്പാകുന്നത് ആളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ആ സമയത്ത് ഓടിയെത്തുമ്പോഴേക്കും ഈ ലോറിയിലേക്ക് അത് ഇടിച്ചു കയറിയിരുന്നു എന്നുള്ളതാണ്. ഇവരുടെയൊക്കെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. തൊട്ടു പിന്നിൽ ഒരു കേരള രജിസ്ട്രേഷൻ കാർ ഉണ്ടായിരുന്നു. ആ കാറിലാണ് ഇവരെ ഈ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഒരു ഇറക്കമാണ്. ആ ഇറക്കം ഇറങ്ങി വരുമ്പോൾ ആ ട്രാക്ക് പെട്ടെന്ന് മൂന്ന് ട്രാക്കുകളാകുന്നുണ്ട്. അതിനുശേഷം ഇത് പിന്നീട് അങ്ങോട്ട് 2 ട്രാക്കായി മാറുകയാണ്. അതും ഈ അപകടത്തിനിടയാക്കി എന്നുള്ളതാണ് നിലവിൽ പ്രാഥമികമായി ഉയരുന്ന ആരോപണം. എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച് പാലക്കാട് പോലീസിന്റെ സ്റ്റേഷൻ പരിധിയിലാണ് വരുന്നത്. പാലക്കാട് പോലീസ് എന്തായാലും നിലവിൽ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കൃഷ്ണ, ശരി. തമിഴ്നാട്ടിലെ ധർമ്മപുരിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് സൂരജ് സജിയാണ്.